മലയാളികളുടെ ഇഷ്ടകുടുംബമായ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലെ ആദ്യ മരുമകനാണ് അശ്വിൻ ഗണേഷ്. കഴിഞ്ഞ ദിവസമായിരുന്നു അശ്വിൻ്റെ പിറന്നാൾ. ആ കുടുംബത്തിൽ ആരുടെയെങ്കിലും പിറന്നാൾ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായി ആഘോഷിക്കുന്നൊരു പതിവുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അശ്വിൻ്റെ പിറന്നാൾ വന്നു പോയപ്പോൾ ആരും ആശംസകളുമായി എത്തിയില്ല എന്നതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. ദിയ മാത്രമാണ് അശ്വിൻ്റെ പിറന്നാൾ ഇത്ര ഗംഭീരമായി ആഘോഷിക്കുകയും അശ്വിനു വേണ്ടി ആശംസകൾ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ ഇവരുടെ മുത്തശ്ശൻ മരിച്ച ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ എന്നും അതുകൊണ്ട് അതിൻ്റെ ദുഃഖത്തിലാണ് ഈ കുടുംബം എന്ന് മനസ്സിലാക്കി പലരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിരുന്നാലും അശ്വിനെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതുപോലെ തോന്നുന്നുവെന്നാണ് പ്രേക്ഷകർ പലരും പ്രതികരിക്കുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. അശ്വിൻ അധികം ആരോടും സംസാരിക്കാത്ത സ്വഭാവക്കാരനാണ് എന്നെല്ലാവർക്കും നേരത്തെ അറിയാം. ദിയയുടെ സുഹൃത്തുക്കളിൽ വീട്ടുകാരുമായി അധികം അടുപ്പമില്ലാത്തതും അശ്വിന് തന്നെയായിരുന്നു. എന്നാൽ ഇവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അശ്വിനും ഹൻസികയുമായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാവുകയും ചെയ്തു. എന്നിരുന്നാൽ ഹൻസിക പോലും ഈ ദിവസം വിഷ് ചെയ്തില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇവരുടെ കുടുംബം ഇത്രയധികം സങ്കടത്തിൽ കഴിയുന്നത് കൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇവരുടെ കുടുംബം ഇപ്പോൾ വിഷമത്തിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പലരും സംസാരിക്കുന്നത്. ഇവരങ്ങനെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നില്ല. ഇപ്പോൾ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു രീതിയിൽ അവരുടെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ എത്തിയില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. അശ്വിൻ്റെ 29ാം പിറന്നാൾ ദിനമായിരുന്നു ഏപ്രിൽ 8-ാം തീയതി. ഭാര്യ ദിയ അശ്വിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയും കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ ദിയയുടെ വീട്ടുകാർ ആരും തന്നെ അശ്വിന് സോഷ്യൽ മീഡിയയിലൂടെ ആശംസയെ അറിയിച്ചില്ലെന്ന് റെഡിറ്റ് യൂസേഴ്സ് ചൂണ്ടിക്കാട്ടുന്നു. പൊതുവെ കുടുംബത്തിലെ എല്ലാവരുടെയും പിറന്നാൾ ആശംസ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നവരാണ് കൃഷ്ണകുമാറും കുടുംബവും. എന്നാൽ അശ്വിന് മാത്രം ആശംസയില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം. ദിയ ഗർഭിണിയായ ശേഷം ഏറെ നാൾ അശ്വിൻ ദിയയുടെ വീട്ടിൽ തന്നെയായിരുന്നു. എന്നിട്ടും ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവഗണന എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അശ്വിൻ നേരിട്ടത് അവഗണന തന്നെയാണ് എന്ന് പറയാം. ഇവരുടെ അപ്പൂപ്പൻ മരിച്ചു എന്നതൊക്കെ സത്യമാണ്. എന്നിരുന്നിട്ട് ദിയയുടെ പോസ്റ്റിൽ പോലും ഒരാൾ പോലും കമൻറ്റ് ചെയ്തില്ലല്ലോ. ഇതെല്ലാം കൃത്യമായി അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും അതൊരു വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നു. അശ്വിനെ ഇത്തരത്തിൽ അവഗണിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷക പ്രീതിയോടെ തന്നെ ഈ കുടുംബത്തിൻ്റെ ഓരോ കാര്യവും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നുകൂടി പറയണം. പ്രേക്ഷകർക്ക് ഇത് വളരെയധികം മനസ്സിലാകുന്ന കാര്യമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അശ്വിന് നേരിടേണ്ടി വന്ന അവഗണനയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ അതിന് തന്നെയാണ് മാത്രം വാല്യൂ കൊടുക്കുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.